യോഗ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. 4:30-ക്കുള്ള ടിക്കറ്റായിരുന്നു ബുക്ക് ചെയ്തത്. നമ്മളൊരു 5 ആൾ പോയി കണ്ടിരുന്നു. സിനിമനെ പറ്റി ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റ്. അതിൻ്റെ റൈറ്റിംഗ് പാർട്ടാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ്, ഒന്നും പറയാനില്ല. അതായത് ഈ മേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കളർ ടോണ്, ഓരോ സീനും സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഇറ്റ്സ് വെരി എസ്തറ്റിക്. മറ്റേ ഓരോ സീനും നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് നമ്മളെ ഫോണിലൊക്കെ വാൾപേപ്പർ ആക്കാൻ പറ്റും. അജാതി ഫ്രെയിംസാണ് ഓരോന്നും. പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നസ്ലൻ, ചന്തു സലീം കുമാർ, ഓഫ്കോഴ്സ് കല്യാണി പ്രിയദർശൻ, പിന്നെ അരുൺ കുര്യൻ. ഇതിൽ നസ്ലൻ ആസ് യൂഷ്വൽ നല്ല പെർഫോമൻസ് ആയിരുന്നു, വളരെ നാച്ചുറലായിട്ട്. ഈസ് വെരി ഗുഡ് അറ്റ് ദാറ്റ്. ഇംപെക്കബിൾ ടൈമിങ് എല്ലാം കൊണ്ടും. പിന്നെ ചന്തു സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാണ്ട് പുള്ളിക്കാരൻ സ്കോർ ചെയ്ത് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കൗണ്ടറുകളും ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ട് പുള്ളിക്കാരൻ്റെ നമുക്ക് എവിടെയൊക്കെ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ആ ഒരു ഭാവം നമുക്ക് കാണാൻ പറ്റും. ഹി ഹാസ് എ ഗുഡ് ഫ്യൂച്ചർ. ഐ സപ്പോസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, വരുന്ന വർഷങ്ങളിൽ മലയാളത്തിൽ എണ്ണം പറഞ്ഞ മുൻനിര, ഇഫ് ഹി പെർസ്യൂസ് ഒരു കൊമേഡിക് ആ ഒരു വശത്ത് പോവുകയാണെങ്കിലും അത്യാവശ്യം ടോപ്പ് ലെവലിൽ എത്താനുള്ളൊരു പൊട്ടൻഷ്യൽ ഒരു നടനാണ്. അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസിനും അത്യാവശ്യം ഗംഭീര ഒരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അരുൺ കുര്യൻ, പുള്ളിക്കാരൻ ഈ ചമ്യമായിരുത്ത അങ്ങനത്തെ ഭാവങ്ങളും ഇടയ്ക്ക് ഈ ഇങ്ങനത്തെ ഈ ക്രഷ് ഒക്കെ തോന്നുമ്പോഴുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ മാനറിസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി അത്യാവശ്യം കുഴപ്പമില്ലാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കല്യാണി പ്രിയദർശൻ, അതായത് വളരെ കാമായിട്ടുള്ളൊരു ഡെമീനർ, അധികം സംസാരിക്കുന്നില്ല, സൂപ്പർ ഹീറോ ആണ്. അത് എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉദ്ദേശം. അതായത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് നമുക്കിങ്ങനെ തോന്നും. തുടക്കം മുതലേ ഈ ഫിലിമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തുടക്കം മുതൽ ഫസ്റ്റ് മിനിറ്റ് മുതൽ നമ്മൾ ഹുക്ക്ഡ് ആവും. ഫസ്റ്റ് മിനിറ്റ് മുതൽ നമുക്കിത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ആ സാധനമൊക്കെ ഇങ്ങനെ വരും. കല്യാണി പ്രിയദർശൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസസ്, അവർ ചെയ്ത ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അതിഗംഭീരമായിരുന്നു. ഭയങ്കര സ്പീഡിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടും. ഓഫ് കോഴ്സ് ക്യാമറ വർക്ക് പ്ലേസ് എ റോൾ, ബട്ട് സ്റ്റിൽ അവരുടെ എഫേർട്ട് നമ്മൾ പറയണമല്ലോ, ഗംഭീര എഫേർട്ടായിരുന്നു. പിന്നെ ഇതിലത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫിലാണ് കളി മാറുന്നത്. ഇൻ്റർവെൽ പഞ്ചൊക്കെ ഗംഭീരമായിരുന്നു. ഇൻ്റർവെല്ലിൽ ഒരു ഷോട്ടൊക്കെ ഉണ്ട്, അവർ ഇൻ്റർവെൽ ആവണതിന് മുന്നേ നിർത്തുന്ന ഒരു ഗോത്തം സ്റ്റൈൽ ഫ്രെയിമൊക്കെ അന്യായം. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഓഫ് കോഴ്സ് സെൻസർ ബോർഡ് പുറത്തുവിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാമിയോസ് ഉണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ക്യാമിയോസ് തന്നെ ആയിരുന്നു. ഗംഭീരം. അതേപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് എന്തായാലും നിങ്ങൾ മിസ് ചെയ്തത്. നമ്മൾ ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിയേറ്ററിൽ ലൈറ്റ് ഓൺ ആവുന്ന വരെ നിങ്ങൾ ആ തിയേറ്ററിൽ നിന്ന് പോയത്, സാധനങ്ങൾ വരാണ്ട്. പിന്നെ ഇതിലത്തെ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ദ മെയിൻ ഐഡിയ ഓഫ് ദ ഫിലിം ഈസ് നമ്മളുടെ മലയാളത്തിലത്തെ ഓൾഡ് മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഈ പയങ്കഥ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സംഗതികളൊക്കെ ഇവർ ഒന്ന് എക്സാജറേറ്റ് ചെയ്തെന്ന് പറയാനില്ല, അതിനൊക്കെ ഒന്ന് വേറെ രീതിയിൽ കാണിച്ചു. കുറച്ചും കൂടി ഇവരൊക്കെ സൂപ്പർ ഹീറോസ് ആക്കി, ചുരുക്കി പറഞ്ഞാൽ. അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി അതൊരു പറഞ്ഞുതരാം. ഇതിൻ്റെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞില്ല. ഡൊമിനിക് അരുൺ ഇത് ഡയറക്ഷൻ ചെയ്തത്, റിട്ടൺ ബൈ ഓൾസോ ഡൊമിനിക് അരുൺ. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അഡീഷണലായിട്ട് ശാന്തി ബാലചന്ദ്രൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ഓഫ് കോഴ്സ് വെയ്ഫെയർ ഫിലിംസ്, ദുൽഖർ സൽമാൻ. പിന്നെ സിനിമാറ്റോഗ്രഫി നിമിഷ് രവി, ബ്രോ ഔട്ട് ഓഫ് ദിസ് വേൾഡ് മാൻ. പിന്നെ എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ, ഗംഭീര കട്ട്സൊക്കെ ആയിരുന്നു. ചില സീൻസൊക്കെ ഒന്നും പറയാനില്ല. മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളുണ്ട് മക്കളെ. നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് OTTയിൽ കാണാൻ നിൽക്കണവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ,
വിൽ ബി എ ഹ്യൂജ് മിസ്. നിങ്ങൾ ഇത് തിയേറ്ററിൽ ഓടുന്ന അത്ര ടൈം നിങ്ങൾക്ക് ലെഫ്റ്റാണ്. നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. വൈഡ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഐമാക്സിലുണ്ടോ എനിക്കറിയില്ല, അങ്ങനത്തെ സ്ക്രീനിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നല്ല ഇഷ്ടംപോലെ ഓഡിയൻസ് ഉള്ള വലിയ തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ പടം കാണാൻ നോക്കുക. പിന്നെ എല്ലാം കൊണ്ടും ഒന്നും പറയാനില്ല. അതിഗംഭീര ഫിലിം, അമേസിങ്. സോ ദാറ്റ് വാസ് ലോക Chapter 1 Chandra, my experience, and see you guys in the next video.